രാഹുലിന് തേൻകണിയൊരുക്കിയ കേക്കച്ചനോട് ഒരു ചോദ്യം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോർട്ട് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്ന വിധി വന്ന ഉടൻ തന്നെ മാധ്യമങ്ങൾ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും പുറത്താക്കി എന്ന കാര്യം കൂടി പുറത്തുവിട്ടു. ഇന്നലെ രാവിലെ KPCC അധ്യക്ഷൻ അപ്രകാരം ഒരു നടപടിയിലൊന്നും തീരുമാനമായില്ല, നടപടിയെടുക്കേണ്ടുന്ന സമയമൊന്നും എന്നെ ആരെയും പഠിപ്പിക്കേണ്ട, ഹൈക്കമാൻഡിന്റെ അനുമതി വേണം അതിനൊക്കെ എന്ന് പറഞ്ഞ് വായിൽ നാക്കിയിട്ടില്ല. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞാണ് ഇപ്രകാരം ഒരു വിധി വരുന്നത്. ആ വിധി പ്രസ്താവത്തിന് ശേഷം കേക്കച്ചൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നു, ഇന്നലെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു എന്ന്. അന്നേരം അതിൽ നിന്നും വളരെ കൃത്യമാണ് ഇപ്രകാരം ഒരു വിധി ഉണ്ടാകുമെന്നും ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കേക്കച്ചൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടിട്ട് ഉടനെ തിരികെ വരാം. ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു, സസ്പെൻഡ് ചെയ്യാൻ. അന്ന് ആ തീരുമാനമായിരുന്നു ശരി. രണ്ടാമതൊരു പരാതി കൂടി KPCC പ്രസിഡന്റ് വന്നു. ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു, പുറത്താക്കാൻ തീരുമാനമെടുത്തു. ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. വൈകിപ്പോയി എന്നുള്ളൊരു ഇല്ലല്ല, വൈകണം എങ്ങനെ? കോടതിയുടെ തീരുമാനം വരാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. തീരുമാനം എടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ, കൊടപിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ, ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ AKG സെൻറ്ററിൽ കൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട്. ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും. ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അവരോടാണ് എൻ്റെ വിനീതമായ റിക്വസ്റ്റ്. അതാണ് AKG സെൻറ്ററിലും മുഖ്യമന്ത്രിയുടെ പക്കലുമൊക്കെ ഇരിക്കുന്ന മാറാല പിടിച്ച പൊടി പിടിച്ച ഒരുപാട് ഇതുപോലത്തെ പരാതികൾ ഞങ്ങൾ 1 മണിക്കൂർ പോലും വെച്ചുകൊണ്ടിരുന്നില്ലല്ലോ. KPCC പ്രസിഡന്റ് ഏത് 4 മാസം? എന്ത് നിങ്ങൾ എവിടെ നിന്നാ പറയുന്നത്? ആരുടെ പരാതി? ആ ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ആരൊക്കെ 4 മാസം? ആര് പറഞ്ഞു? എനിക്കറിയില്ല. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അല്ലല്ല, കേട്ടോ, വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ഇനിയാന്നാണ് KPCC പ്രസിഡന്റിന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടുന്നത്. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ആരുടെയും കയ്യിലൊരു പരാതിയില്ല. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അതിൻ്റെ ശബ്ദരേഖ കേട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ നടപടിയെടുത്തത്. മനസ്സിലായില്ലേ? ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു പരാതി നേരിട്ട് വരുന്നത്. ആ പരാതി മണിക്കൂറുകൾക്കകം തന്നെ അത് DGPക്ക് ഫോർവേഡ് ചെയ്തു. പോലീസ് അതുമേ FIR എടുത്തു. FIR എടുത്തപ്പോഴേക്കും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കേക്കച്ചൻ പറയുന്നു, പരാതിക്കാരുമില്ലെന്നിരിക്കെ ആരോപണം വന്നപ്പോൾ തന്നെ ഞങ്ങൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കി, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തിരികെ വാങ്ങി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നു. ഏത് ആരോപണം വന്നപ്പോൾ തന്നെ? ഒരു പരാതിക്കാരില്ലെന്നിരിക്കെ. അങ്ങനെയെങ്കിൽ ഈ കേക്കച്ചനെതിരെ പറവൂർ ജയന്തി താരകേശന്റെ ഭാര്യ ആ ആരോപണം വന്നപ്പോൾ തന്നെ ഇവനെ പാർട്ടിയിൽ നിന്നും എടുത്ത് കളയേണ്ടതല്ലേ? ഈ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് നിന്നും ഇയാളെ നീക്കം ചെയ്യേണ്ടതല്ലേ? അപ്രകാരം ഒരു ആരോപണം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടത് ഉണ്ടായില്ല? അതുപോലെ തന്നെ പുനർജനി തട്ടിപ്പ് കേസിൽ ഇവൻ കോടികൾ തട്ടിയത് വളരെ വ്യക്തമാണ്.
അപ്രകാരം ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഈ കേക്കച്ചനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ അതല്ലെങ്കിൽ ഇയാളുടെ പദവി തിരികെ വാങ്ങിയോ ചെയ്തോ? ഇല്ല. എന്നാൽ രാഹുലിന്റെ വിഷയത്തിൽ ഇയാൾ ഉണ്ടാക്കിയ പ്രതിസന്ധി നിങ്ങൾ കാണണം. ഇപ്രകാരം ഒരു അന്ന് ഈ കേക്കച്ചൻ എടുത്ത ആ നടപടിയുടെ പേരിലാണ് ബാക്കിയുള്ള എല്ലാവരും ചോർന്നത്. പിണറായി എന്താണ് പറഞ്ഞത്? ഞങ്ങളല്ലല്ലോ നടപടിയെടുത്തത്, കോൺഗ്രസ് പാർട്ടിയല്ലേ ഇയാൾക്കെതിരെ ഒരു ബലാത്സംഗ കേസിൽ നടപടിയെടുത്തത്. പകരം പാർട്ടി തന്നെ നിങ്ങൾ അംഗീകരിച്ചു ഇയാൾ തെറ്റുകാരനാണെന്ന്. തെറ്റുകാരനായതുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തി. അതുകൊണ്ട് ഇതാ സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കുകയും പിന്നീട് നിങ്ങളുടെ പാർട്ടി തന്നെ അല്ലേ ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്, ഇയാൾ തെറ്റുകാരനായതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞാണ് BJP അടക്കം ഇയാളെ തെരുവിൽ തടഞ്ഞതും. ഇന്ന് കാണുന്ന ഈ സകല പ്രതിസന്ധിക്കും കാരണം അന്നത്തെ ആ നടപടിയായിരുന്നു. എന്നിട്ട് അയാൾ വന്ന് സാധൂകരിക്കുകയാണ്. ഒന്ന് ഓർക്കുക, ഒരു ആരോപണം ഉണ്ടായപ്പോൾ അപ്രകാരം ഒരു ആരോപണത്തെ നിയമപരമായി അദ്ദേഹം നേരിടാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഇതിപ്പോൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഒരു സെഷൻസ് കോടതി തള്ളിയത്. നിയമപരമായി ഇനി എത്രയോ കടമകൾ കടക്കുവാനുണ്ട്. അതിനെയെല്ലാം നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ അതിനൊന്നും ഒരു വിലക്കെടുക്കാതെ അതൊന്നും മുഖവിലക്കെടുക്കാതെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്ന ഒരു വിഷയത്തിന്മേലാണ് ഒരു ഫൈനൽ വിധി വന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ഈ മാധ്യമ വിചാരണ നടത്തുകയും ഇതൊരു ഫൈനൽ വിധിയാണ് എന്ന തരത്തിൽ ആ കേസിന്റെ മെറിറ്റുകൾ പരിഗണിച്ചു വാദപ്രതിവാദങ്ങൾ നടന്നില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ഡെവലപ്മെന്റ്സും ഉണ്ടായില്ല. നിയമപരമായി രാഹുൽ അതിനെ നേരിടാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൽ ഒരു വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ആ കേസിന്റെ വിചാരണ നടന്ന് അന്തിമ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ, ഒരു സെഷൻസ് കോടതിയിൽ നിന്നും ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാന്റ് ചെയ്തില്ല എന്ന ഒരു കാരണം പറഞ്ഞാണ് അയാൾക്കെതിരെ ഇപ്രകാരം ഒരു നടപടി എടുത്തേക്കുന്നത്. എന്നിട്ട് ഇയാൾ പ്രഖ്യാപിക്കുന്നു അത് എൻ്റെ നടപടി അന്നത്തെ ശരിയായിരുന്നു എന്ന് ഇയാൾ തന്നെ സ്വയം ന്യായീകരിക്കുകയാണ്. ഓർക്കുക, അന്നും രാഹുലിനെ ഇപ്രകാരം ഒരു നടപടി കൊണ്ട് പ്രതിസന്ധിയിലാക്കി. ഇന്നും രാഹുലിന്റെ ആ നിയമയുദ്ധം തുടങ്ങിയിട്ട് പോലുമില്ല. ഈ വിഷയം കോടതിയിൽ വിചാരണ ആരംഭിച്ചിട്ട് പോലുമില്ല. അതിന്റെ ഒരു ഘട്ടങ്ങൾ പോലും എത്തിയില്ല. ബാക്കിയുള്ള എം വിൻസെന്റിന്റെ കാര്യത്തിലാണെങ്കിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിലും ബലാത്സംഗ കേസിൽ ഇവർക്കെതിരെ FIR ഇട്ടു, ഇവരെ റിമാൻഡിൽ വിട്ടു, അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നിട്ട് പോലും അവർക്കെതിരെ ഒന്നും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ആ കേസ് കോടതിയിൽ നടക്കുകയാണ്. അപ്പോഴും അവർക്കെതിരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. എന്നാൽ ഓർക്കണം, രാഹുലിന്റെ പേരിൽ ഇത്തരം ഒരു ആരോപണം, വെറും ഒരു ആരോപണം വന്നപ്പോൾ തന്നെ ഇപ്രകാരം ഒരു ശക്തമായ നടപടിയെടുത്ു. അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ ഒന്ന് സെഷൻസ് കോടതി തള്ളിയപ്പോൾ തന്നെ ഒരു ഫൈനൽ വിധി വന്നു എന്ന പ്രതീതി ഉണ്ടാക്കി അയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. i2 ന്യൂസ് ഈ ഇരട്ടത്താപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ തുടക്കം മുതലേ പറയുന്നു, രാഹുലിന്റെ മോറൽ സൈഡിനെ ന്യായീകരിക്കുവാനുള്ള ശ്രമമല്ല, പക്ഷേ ഈ കേക്കച്ചന്റെ ഈ കപടതയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് മിഷൻ 250 എന്ന ക്യാമ്പയിൻ ആരംഭിച്ചതും ആ ക്യാമ്പയിന്റെ 53-ാം ദിവസമായ ഇന്നിതാ രാഹുലിന് ഇന്നലെ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളി. ഇന്ന് നീതി തേടി അയാൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതി ഇന്ന് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. പ്രാഥമികമായ പ്രാധാന്യം നൽകുന്നത് നോട്ട് ടു അറസ്റ്റ് എന്ന ഒരു കാര്യത്തിനാണ്. അതിൽ ഇന്നൊരു തീരുമാനം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അല്പസമയം കൊണ്ടറിയാം. എങ്കിലും ഞങ്ങൾ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ എല്ലാം പിന്നിൽ ഈ വിഷയത്തെ ഇത്രയും സങ്കീർണമാക്കി രാഹുലിനെ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും നശിപ്പിക്കുവാനുള്ള ഈ ശ്രമം, അതുപോലെ തന്നെ പിണറായിക്ക് മൂന്നാമതും തുടർഭരണം ഒരുക്കുവാൻ വേണ്ടി ഈ കേക്കച്ചൻ ഒരുക്കിയ നാടകമാണ് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ എല്ലാം പിന്നിൽ ഇയാളുടെ അപക്വമായ ആ തുടക്കത്തിലെടുത്ത ആ തീരുമാനമാണെന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഈ കാപാലികന്മാർക്ക്, ഈ വിഷവിത്തുകൾക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ വോട്ടുകൾ ചെയ്യരുത്. ഈ നരാധമനെ, ഈ കളങ്കിതനെ, ഈ ഒതുക്കീശനെയും ഇവന്റെ പിണിയാടുകളെയും കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ തോൽപ്പിക്കണം. അത് ഓരോരുത്തരും, ഓരോ അമ്മമാരും, ഓരോരുത്തരും ഇതിന്റെ പിന്നിലുള്ള ഈ യാഥാർത്ഥ്യം, ഈ കേക്കച്ചന്റെ ഒരു കുടില ബുദ്ധിയായിരുന്നു ഇതിന്റെ പിന്നിൽ എന്ന് മനസ്സിലാക്കി നിങ്ങൾ അത്തരത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രാഹുലിനോട് പറയുവാനുള്ളത്, യാതൊരു കാരണവശാലും കീഴടങ്ങരുത്. കോടതിയെ സമീപിക്കുക. അഥവാ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോവുക. യാതൊരു കാരണവശാലും ഈ കേസ് പരാജയപ്പെടില്ല, ഉറപ്പാണ്. i2i News, an eye for truth.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.